സകല മനുഷ്യരോടും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ. നമ്മളെ കാണാതെ പോകുന്ന ഒരു സർക്കാരിന്റെ കാലത്ത് 10-21 മണിക്കൂർ നിന്ന നിൽപ്പിൽ പൊട്ടിത്തുന്നിയ ഒരു തുകൽ ചെരുപ്പും കീറി തുന്നിയ കതർ കുപ്പായം ഇട്ട് ഒരുപാട് മനുഷ്യരെ ചേർത്ത് നിർത്തി ഒറ്റ ഒപ്പിട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രം കുടിച്ചതിന്റെ മാത്രം ബലത്തിൽ നിന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്ന ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നെറ്റിയിലും നെഞ്ചിലും കല്ലെറിഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരടക്കമുള്ള സാധാരണക്കാർ അവഗണിക്കപ്പെട്ടുകൊണ്ട് പോകുന്നത്. LDF വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നുള്ള മതിലെഴുത്ത് മുദ്രാവാക്യം കണ്ട് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ആവേശത്തോടെ ചൂണ്ടുവിരലമർത്തി വിജയിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ അടക്കം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഇതുപോലെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ സകല സാധാരണക്കാരെ കൊള്ളയടിച്ച് അവരുടെയൊക്കെ പോക്കറ്റ് കാലിയാക്കിയതിനു ശേഷം നമ്മളൊക്കെ സങ്കടം പറയാൻ ചെല്ലുന്ന ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി വരെ കട്ടുകടത്തുന്നത് നമ്മൾ ഇനി കണ്ടുകൊണ്ട് നിൽക്കണോ? നാളെ ഈ പരിസരത്തെ പള്ളിക്കും അമ്പലത്തിന് മുമ്പിലുള്ള ഭണ്ഡാരക്കുറ്റിക്കും ഒക്കെ കാവൽ നമ്മൾ നിൽക്കണം. ഇപ്പോ ഇവിടെ ശ്രാദ്ധമൊക്കെ നടക്കാൻ പോവാ പള്ളികളിൽ. അതിന്റെ പെരുന്നാൾ ആഘോഷവും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ കുറച്ച് കോൺഗ്രസ്സുകാർ പള്ളിക്കകത്ത് നേർച്ചക്കുട്ടിയുടെ അടുത്ത് കാവൽ നിൽക്കണം. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വന്ന് ഇത് കൊള്ളയടിച്ച് കടന്നു പോകും. ഇവന്മാര് മതനിരാസകരാ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പറഞ്ഞവരാ, മതം പാടില്ലെന്ന് പറഞ്ഞ ആളുകളാ. ഇവരൊക്കെ ഇപ്പൊ പള്ളിയിലും അമ്പലത്തിലും കമ്മിറ്റികളിലും ഇടിച്ചു കയറുക. എന്തിനു വേണ്ടിയിട്ടാ? കട്ട് കടത്താൻ വേണ്ടിയിട്ടാ. CPM-ന്റെ നേതാക്കന്മാരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ വീടുകൾ കയറി പ്രചരണം നടത്തുമ്പോൾ CPM-ന്റെ മുന്തിയ നേതാക്കന്മാർ മുൻ MLA-മാരൊക്കെ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശബരിമല ശാസ്താവിന്റെ കാണിക്ക സ്വർണം കട്ട് കടത്തിയതിന്റെ പേരിൽ ഒരാൾക്കും ഒരു പരാതിയുമില്ല, ഒരു ആക്ഷേപം ഉണ്ടാവില്ല. നമ്മൾ സംസാരിക്കണം, നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ച് പറയണം. സാധാരണക്കാരൻ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിച്ച പിണറായി വിജയന്റെ സർക്കാരിന് ഇനി ഒരു അവസരം കിട്ടാതിരിക്കണമെങ്കിൽ ഈ വരുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ UDF-ന്റെ സകല സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കണം. അതാ നമ്മൾ പറയേണ്ട രാഷ്ട്രീയം. അവിടെ ജാതിയും മതവും സാമ്പത്തിക ശേഷിയും കുടുംബ പാരമ്പര്യവും കുടുംബ ബന്ധവും ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ കവലകളിൽ സംസാരിക്കണം. നിങ്ങൾ എവിടെയായിരുന്നു? നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ സങ്കടത്തോടെ ഈ തെരുവിൽ അലഞ്ഞു നടന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ വന്നപ്പോ, കോവിഡിന്റെ കാലത്ത് പ്രതിസന്ധി അനുഭവിച്ചപ്പോ, നമ്മളൊക്കെ സാമൂഹ്യ അകലം പാലിച്ച് വീട്ടിലിരുന്നപ്പോ ടീച്ചറമ്മയും പിണറായി വിജയനും കൂടി 1000 കോടി രൂപയുടെ PPE കിറ്റ് മാസ്ക് അഴിമതി നടത്തുകയായിരുന്നു അല്ലേ? 350 രൂപയുടെ കിറ്റിന് 500 രൂപ വിലയിട്ട് സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിച്ച ഒരു സർക്കാർ ഇന്ന് സാധാരണക്കാർ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ നട്ടം തിരിയുമ്പോ പച്ചക്കറികളുടെ മുമ്പിൽ പോയി വില കേട്ട് ഞെട്ടിയിട്ട് വാങ്ങാൻ പോയതിന്റെ 4-1 മാത്രം വാങ്ങിക്കൊണ്ട് കൊണ്ടുപോയ സംഖ്യയുടെ 4-1 മാത്രം സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന മനുഷ്യരോട് ഒരു ഉത്തരം പറയാതിരിക്കുമ്പോ നമ്മൾ രാഷ്ട്രീയം പറയണം. നമ്മളെ പറയാനുള്ളൂ. കോൺഗ്രസ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി അഭിപ്രായം പറയാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി കടന്നു പോകുന്ന മുഴുവൻ മനുഷ്യരോടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. സ്ത്രീകളെ വഞ്ചിച്ച, യുവജനങ്ങളെ വഞ്ചിച്ച, ആദിവാസികളെയും ദളിതരെയും വഞ്ചിച്ച, അതുപോലെ കർഷക തൊഴിലാളികളെ വഞ്ചിച്ച, കർഷകരെ വഞ്ചിച്ച, മലയോര കർഷകരെ വഞ്ചിച്ച, സാധാരണക്കാരായിട്ടുള്ള സകല മനുഷ്യരെയും ഒരുപോലെ കൊള്ളയടിച്ച, എന്തിന് സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ കൊള്ളയടിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു സർക്കാരിന് ഇനി തുടർഭരണം കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ഇതുപോലെ പലവട്ടം പ്രസംഗിച്ചിട്ടും എന്തുകൊണ്ടാണ് നാട്ടിലെ ആളുകൾ പിണറായി വിജയന് തുടർഭരണം കൊടുത്തത് എന്ന് ആലോചിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ 9.5 കൊല്ലം നമ്മൾ അനുഭവിച്ച സകല പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ അന്നന്ന് പറഞ്ഞ് മറന്നുപോകും. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഇത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ മറന്നുപോകും. രാവിലത്തെ പത്രത്തിൽ വന്ന വാർത്ത മറ്റൊരു പത്രം നാളെ വരുമ്പോൾ നമ്മൾ മറന്നുപോകും. അല്പം മുമ്പ് കണ്ട ചാനൽ വാർത്ത മറ്റൊരു ചാനൽ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ മറന്നുപോകും. മറവി ഉണ്ടായിക്കൂടാ. സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് കടന്നുപോയ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഓർത്തെടുക്കണം. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെ ഈ കാര്യം ഓർമ്മിപ്പിക്കണം. ഇനി അങ്ങോട്ട് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന മുഴുവൻ മനുഷ്യരെയും ഡിസംബർ 9-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം വരെ ആ പോളിംഗ് ബൂത്തിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് ഉയർത്തി കാണിച്ചു കൊടുത്തിട്ടുള്ള കൈപ്പത്തി ചിഹ്നത്തിൽ ചൂണ്ടുവിരൽ ആഞ്ഞമർത്തി വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കണം. 2026 മെയ് മാസം 16-ാം തീയതിക്ക് ശേഷം കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കണമെങ്കിൽ അതിന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാരണഭൂതന്റെ കർണക്കുറ്റിക്ക് അടിക്കുന്ന രീതിയിലുള്ള വലിയ ഭൂരിപക്ഷത്തോടെ UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിജയിച്ചു വരണം. മൂക്കന്നൂർ പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറുന്നത് ഈ പറഞ്ഞ ഡിസംബർ 13-ാം തീയതി മൂക്കന്നൂർ പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറുന്ന സ്ഥാനാർത്ഥികളുടെ മുൻപന്തിയിൽ ഈ പറഞ്ഞ സ്വപ്ന ജോയ് ഉണ്ടാകുമ്പോ സ്വപ്ന ജോയ് ഉയർത്തിപ്പിടിക്കുന്ന കൈപ്പത്തിയോടൊപ്പം നിങ്ങളുടെ കൈപ്പത്തി ഉണ്ടാകണമെങ്കിൽ സ്വപ്ന ജോയ്ക്ക് വേണ്ടി നിങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കണം. ആരാ നിങ്ങളുടെ വാർഡിലെ TM വർഗീസ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വാർഡിലെ TM വർഗീസ് നിങ്ങൾ തന്നെയാണെന്ന് പറയണം.
TM വർഗീസിന്റെ കൈപ്പത്തിയോടൊപ്പം നിങ്ങളുടെ കൈപ്പത്തി ഉണ്ടാകണമെങ്കിൽ ഈ കവലയിൽ ഇരുന്ന് നിങ്ങൾ TM വർഗീസിന് വേണ്ടി രാഷ്ട്രീയം പറയണം. ആരാ ജിൻഡോ ജോൺ എന്ന് ചോദിച്ചാൽ 6 പഞ്ചായത്തുകളിലായി 6 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ വരുന്ന 66,000-ലധികം മനുഷ്യരെ നേരിട്ട് കാണാൻ അത്രയധികം സമയം കിട്ടാത്തത് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആരാ ജിൻഡോ ജോൺ എന്ന് ചോദിച്ചാൽ എന്റെ വാർഡിലെ ജിൻഡോ ജോൺ ഞാനാണെന്ന് ലിംഗ വ്യത്യാസമില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റണം. ഞാൻ തന്നെയാ ജിൻഡോ ജോൺ, എന്നെ കണ്ട് എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറയാൻ പറ്റണം, നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ സ്വപ്ന ജോയും TM വർഗീസും ജിൻഡോ ജോണും കൈപ്പത്തി അടയാളത്തിൽ വിജയിച്ചു കയറുമ്പോൾ നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ഉറച്ചു പറയാൻ പറ്റും, ആ കയറി വരുന്നത് ഞങ്ങളുടെ കൂടി കൈപ്പത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂവർണ്ണ കൊടി കടലായിക്കൊണ്ട് ഈ മൂക്കന്നൂർ പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറുന്ന ഡിസംബർ 13-ന് ശേഷമുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിങ്ങൾക്കും അഭിമാനത്തോടെ പറയാം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജയിച്ചത് സ്വപ്ന ജോയി ഞങ്ങളുടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥി എന്ന് പറയണം. അത് കോൺഗ്രസിന്റെ മാത്രമല്ല, UDF-ന്റെ മാത്രമല്ല, ഈ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അടക്കമുള്ള സർവ്വസാധാരണക്കാർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സജ്ജരായിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. കാരണം 9.5 കൊല്ലം പിണറായി വിജയന്റെ പോലീസിന്റെ അടികൊണ്ടിട്ട് കേസിൽപ്പെട്ടിട്ട് പോലും പിന്തിരിയാതെ സന്ധിയില്ലാത്ത സമരം നടത്തിയ കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് നാട്ടിലെ ആളുകൾ വോട്ട് ചെയ്യുക എന്ന് ചോദിക്കണം. ഇവിടെ തെരഞ്ഞെടുപ്പാകുമ്പോ പാവങ്ങളാണ്, പാവങ്ങളോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരെ ആട്ടിപ്പായിച്ച് പുറത്തു നിർത്തണം. നമ്മളോട് കടക്ക് പുറത്ത് മാറി നിൽക്ക്, ഇരിക്കവിടെ എന്ന് ആക്രോശിച്ച പിണറായി വിജയനോട് ഒരിക്കൽ പോലും നാവ് ഉയർത്തി പറയാൻ ശേഷിയില്ലാത്ത ഒറ്റ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും സ്ഥാനാർത്ഥിയും എന്റെ വീട്ടുപടിക്കൽ കയറിപ്പോകരുതെന്ന് നമുക്ക് ഈ നാട്ടിലെ സാധാരണക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റണം. നമ്മളെ വീട്ടുകാരൻ വർദ്ധിപ്പിച്ച്, വെള്ളക്കരം വർദ്ധിപ്പിച്ച്, ഭൂനികുതി വർദ്ധിപ്പിച്ച്, പെട്രോളിയം സെസ് വർദ്ധിപ്പിച്ചൊക്കെ കൊള്ളയടിച്ചിട്ട് ക്ഷേമ പെൻഷൻ നൽകാതെ നമ്മുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് 64 ലക്ഷത്തിൽ വരുന്ന ക്ഷേമ പെൻഷന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന മനുഷ്യരെ കൊണ്ട് പിച്ചച്ചട്ടിയെടുത്ത് തെരുവിൽ സമരം ചെയ്യാൻ വിട്ടുകൊടുത്ത ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്ന് ക്ഷേമ പെൻഷന്റെ അടുത്ത ഘട്ടവുമായിട്ട് വന്ന് വോട്ട് ചോദിക്കുമ്പോൾ അവരോട് പറയണം, നിങ്ങൾ എവിടെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ? രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ ഞങ്ങൾ നട്ടം തിരിഞ്ഞപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഈ സർക്കാർ ഞങ്ങളുടെ സങ്കടം കേൾക്കാതെ പോയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കണം. സകല മനുഷ്യരെയും കൊള്ളയടിച്ച ഈ സർക്കാരിനെതിരെ സംസാരിക്കാൻ കിട്ടുന്ന ഏത് അവസരവും നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ വാർഡിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സകല മനുഷ്യരോടും സംസാരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.